സർ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ CR മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, പറയൂ, ഈ 2 പേർ മാത്രമാണോ സത്യാഗ്രഹം ഇരിക്കുന്നതും ആ സമരമാണോ തുടർന്നു പോകുന്നത്? ഈ സഭയുമായി സഹകരിക്കുമെന്ന് പറഞ്ഞാൽ മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളത്തിലേക്ക് കടക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മോദി സഭയുമായി സഹകരിക്കും എന്ന് പ്രതിപക്ഷം പറയുന്നത് ഇന്നിപ്പോൾ സഭയിൽ മറ്റ് വിഷയങ്ങൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സഭയിൽ ഉന്നയിക്കുക എന്ന തന്ത്രം തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അത് പ്രധാനമായും CPMനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, അത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, ഈ വിഷയം കണ്ണൂരിലെ പയ്യന്നൂർ MLA TI മധുസൂദനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാർട്ടി ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതാണ്. V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ ആരോപണങ്ങളെല്ലാം തള്ളുമ്പോഴും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഭാ കവാടത്തിൽ സമരം തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, VD സതീശന് മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയുടെ ദൃശ്യം. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. പ്രതിഷേധം തുടരുകയാണ് സഭാ കവാടത്തിൽ. പ്രശാന്ത്, പറയൂ. മോദി, ഇപ്പോൾ സഭാ കവാടത്തിൽ 2 MLAമാർ സത്യാഗ്രഹ സമരം തുടങ്ങിയിരിക്കുന്നു. CR മഹേഷും നജീബ് കാന്തപുരവും രണ്ടുപേരും സത്യാഗ്രഹ സമരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ നിയമസഭയ്ക്കകത്തുള്ള ആദ്യത്തെ സഭാ കവാടത്തിലെ സമരം തന്നെയാണിത്. കഴിഞ്ഞ ദിവസം സഭാ സമ്മേളനം ചർച്ച തുടങ്ങിയ അവസരത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തുകയും സഭയ്ക്കകത്ത് സഭ അലങ്കോലമാകുകയും അന്ന് പിരിയേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ആദ്യ ദിവസത്തെ ചർച്ച അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ നടത്താനും സാധിച്ചില്ല. ഇന്നിപ്പോൾ 2ാം ദിവസം ഈ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ വീണ്ടും വലിയ പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോഴാണ് പ്രതിപക്ഷം പുതിയ ഒരു സമര പരിപാടി പ്രഖ്യാപിച്ചത്. അത് 2 MLAമാരെ സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരുത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിഷയത്തിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇതിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് MLAമാർ ഈ സഭാ കവാടത്തിൽ പ്രതിഷേധിക്കുന്നത്. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘം എന്ന പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തി ഈ പ്രതിഷേധിക്കുന്നു. ഈ സഭാ കവാടത്തിൽ, അത് നിയമസഭയ്ക്ക് പുറത്തെ കവാടത്തിലല്ല, നിയമസഭയ്ക്കുള്ളിലുള്ള കവാടത്തിലാണ് ഈ സമരം നടക്കുന്നത്. 2 MLAമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇപ്പോൾ സഭാ കവാടത്തിൽ മറ്റ് MLAമാരും സമരം ഇരിക്കുന്നുണ്ട്. ഏതായാലും സഭാ നടപടികളുമായി സഹകരിക്കുമെന്ന് പ്രതിപക്ഷം പറഞ്ഞതിന് പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാരണം ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അത് ഈ പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പുമായി, ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അത് CPMന്റെ പാർട്ടി കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സഭയിൽ അത് ഉന്നയിക്കുമ്പോൾ സ്പീക്കറുടെ ഭാഗത്തു നിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് തന്നെ അനുമതി ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം ഈ വിഷയം ഇന്നലെ ഈ വിഷയത്തിനെ ചൊല്ലി പയ്യന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ CPMകാരുമായി സംഘർഷമുണ്ടായി. അവിടെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു. ഈ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ സഭയിൽ നടപടികൾ ആരംഭിച്ചു. തുടക്കത്തിൽ പ്രതിഷേധം സഭയ്ക്കുള്ളിലുണ്ടായിരുന്നു. പിന്നീട് സഭ കവാടത്തിലേക്ക് 2 MLAമാർ സത്യാഗ്രഹ സമരം നടത്തുന്നു. ഒപ്പം മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി സമരം നടത്തുകയാണ്. ഇത് കോടതിക്കെതിരെയുള്ള സമരം എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം.